മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണൻ നടക്കാൻ തുടങ്ങി എന്ന് മനസ്സിലാക്കിയ മേഘനാണെങ്കിൽ ചതിയിലൂടെ കണ്ണനെ ഒറ്റയ്ക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇതറിഞ്ഞ മാർക്കോയാണെങ്കിൽ കണ്ണൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. മേഘനും കണ്ണനും സഞ്ചരിച്ചുകൊണ്ടിരുന്ന വണ്ടി തടഞ്ഞിട്ട് മാർക്കോയാണെങ്കിൽ പറയുന്നുണ്ട്, എൻ്റെ വണ്ടി ഫോളോ ചെയ്ത് വന്നാൽ മതിയെന്ന്. എന്നാൽ ഈ അവസരം ഒരു ചതിയിലൂടെ മേഘനാണെങ്കിൽ മാർക്കോയുടെ ജീവൻ അപഹരിക്കാനായിട്ട് നോക്കുന്നു. പാഞ്ഞു വന്ന് മാർക്കോയുടെ ബൈക്കിന് നേരെ വണ്ടി ഇടിപ്പിച്ചുകൊണ്ട് ആ ദൗത്യം പൂർത്തിയാക്കാൻ നോക്കുമ്പോൾ കണ്ണനാണെങ്കിൽ ആകെ ഷോക്കായി നിൽക്കുന്നു. ആക്സിഡൻറ്റിൻ്റെ ഇടയ്ക്ക് മാർക്കോയുടെ പോക്കറ്റിലിരുന്ന ദേവി മുത്തശ്ശി നൽകിയ ആ വേലാണെങ്കിൽ തെറിച്ചു പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മാർക്കോയ്ക്ക് ഏറ്റവും കൂടുതൽ ശക്തിയും കരുത്തും ഒക്കെ നൽകുന്നത് ആ വേല് തന്നെയായിരുന്നു. അത് നഷ്ടമായ മാർക്കോയ്ക്ക് തീരെ അവശനാകുന്നു. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്ന മാർക്കോയാണെങ്കിൽ വീണ്ടും മേഘൻ ആക്രമിച്ച് കൊലപ്പെടുത്താൻ വരുന്ന സമയത്ത് നിവർത്തി കെട്ടിട്ട് കണ്ണനാണെങ്കിൽ മേഘൻ്റെ മുമ്പിൽ നടന്ന് കാണിക്കേണ്ടി വരുന്നുണ്ട്. മാത്രമല്ല ചവിട്ടി താഴ്ത്തിയിട്ട് മേഘൻ്റെ തലക്കിട്ടൊരു പാറ കഷ്ണം എടുത്ത് ഒരടി കൊടുത്ത് മാർക്കോയെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. മേഘനാണെങ്കിൽ ആരോരും രക്ഷപ്പെടുത്താനില്ലാതെ ആളൊഴിഞ്ഞ സ്ഥലത്ത് കണ്ണൻ്റെ അടിയും കിട്ടി അവിടെ കിടക്കുവാണ്. അപ്പം മേഘൻ സത്യങ്ങളെല്ലാം അറിഞ്ഞു. തൽക്കാലം മേഘനാണെങ്കിൽ ആരെ അറിയിച്ചിട്ടില്ല. മറ്റുള്ളവരെ അറിയുന്നതിന് മുമ്പിട്ട് കണ്ണൻ്റെ ജീവൻ എടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആരോരെയും അറിയിക്കാണ്ട് കണ്ണനെ ഒറ്റയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയത്. കണ്ണനെ ഒറ്റയ്ക്ക് മേഘൻ കൂട്ടിക്കൊണ്ടുപോയി എന്നുള്ള കാര്യം അറിഞ്ഞ് മഞ്ജുവും സാഗറും അതുപോലെ മഹാലക്ഷ്മി ലേഖയൊക്കെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നു. പലതവണ രണ്ടുപേരെയും മാറി മാറി വിളിക്കുന്നെങ്കിലും ആരും കോൾ എടുക്കുന്നില്ല. മഹാലക്ഷ്മിക്കാണെങ്കിൽ തീരെ സമാധാനമില്ല. ആരെങ്കിലും കോൾ എടുത്ത് എന്താ സംഭവിച്ചതെന്ന് തുറന്നു പറയാതെ എനിക്കൊരു സമാധാനം കിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ സാഗറാണെങ്കിൽ മഞ്ജുവിനെ വിളിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ കണ്ണനാണെങ്കിൽ മാർക്കോയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വന്ന് അഡ്മിറ്റ് ചെയ്യുന്നെങ്കിലും മാർക്കോയുടെ കണ്ടീഷൻ ഒന്നും പറയാൻ പറ്റാത്ത കണ്ടീഷനാണെന്ന് ഡോക്ടർ പറഞ്ഞത് പ്രകാരം ആകെ ഷോക്കാകുന്നുണ്ട്. തൻ്റെ ഉറ്റ സുഹൃത്തിനോട് ഈ ചതി ചെയ്തവനെ തീർക്കണമെന്നുള്ള വാശിയിൽ ലോപ്പസ് നിൽക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവൻ ചെയ്ത ക്രൂരതയ്ക്ക് തിരിച്ചടി കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞ് കണ്ണനാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. മാത്രമല്ല മാർക്കോയ്ക്ക് വേണ്ടിയിട്ട് ബ്ലഡ് സംഘടിപ്പിക്കാനായിട്ട് എല്ലാവരും പോകുന്നു. അതേസമയം മാർക്കോയുടെ അതേ രക്തഗ്രൂപ്പ് തന്നെയാണ് നമ്മുടെ കണ്ണനും തൻ്റെ ബ്ലഡൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. മഞ്ജു ആണെങ്കിൽ സാഗറിനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുമ്പോൾ സാഗറാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. കണ്ണേട്ടന് യാതൊരു ആപത്തും സംഭവിച്ചിട്ടില്ല, പക്ഷേ മാർക്കോയ്ക്ക് ഒരു അപകടം പറ്റി, ഒന്നും പറയാൻ പറ്റാത്ത കണ്ടീഷൻ എന്നാൽ പറഞ്ഞു കേട്ടെ എന്ന് പറയുമ്പോൾ മഞ്ജു അയ്യോ എന്ന് പറഞ്ഞ് ഒച്ച വെക്കുന്നത് കേട്ടിട്ട് മഹാലക്ഷ്മിക്ക് ടെൻഷൻ കൂടുന്നുണ്ട്. കോള് കട്ട് ചെയ്തിട്ട് മഹാലക്ഷ്മിയാണെങ്കിൽ എന്താ എൻ്റെ കണ്ണേട്ടന് പറ്റിയെന്ന് ചോദിച്ച് വന്ന് പൊട്ടി കരയുന്ന സമയത്ത് കണ്ണേട്ടന് യാതൊരു ആപത്തും പറ്റിയില്ല ഏട്ടത്തി, പക്ഷേ മാർക്കോയ്ക്ക് ചെറിയൊരു അപകടം പറ്റി, ഒന്നും പറയാൻ പറ്റാത്ത കണ്ടീഷനാണെന്നാണ് പറഞ്ഞത്. ആ മേഘനാഥൻ കണ്ണേട്ടൻ നടക്കാൻ തുടങ്ങിയ കാര്യം എങ്ങനെയോ അറിഞ്ഞു, കണ്ണേട്ടനെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെ കൂട്ടിക്കൊണ്ടു പോയേ എന്നൊക്കെ പറയുമ്പോൾ മഹാലക്ഷ്മിക്ക് ആകെ ടെൻഷനും പതർച്ചയൊക്കെ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കണ്ണേട്ടന് യാതൊരു ആപത്തും സംഭവിച്ചില്ലെന്ന് പറയുമ്പോൾ സന്തോഷിക്കണം എന്നുണ്ടെങ്കിലും മാർക്കോയ്ക്ക് ഇങ്ങനൊരു ആപത്ത് സംഭവിച്ചു എന്ന് കേൾക്കുമ്പോൾ എങ്ങനെ മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ പറ്റും? മാർക്കോ എന്ന് പറയുന്നത് കൂടപ്പറപ്പിനെ പോലെയല്ലേ എല്ലാവരും കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം സഹിക്കുന്നതിനും വിഷമത്തിലാണ് ഇരിക്കുന്നത്. അങ്ങനെ കണ്ണനെയും കൂട്ടി മേഘൻ ഒറ്റയ്ക്ക് പോയതും കണ്ണനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് മാർക്കോ പോയതൊക്കെ നമ്മുടെ തോമസ് സാറും ജയബാലൻ അങ്കിളും ഒക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം വന്ന് ചോദിക്കുന്നുണ്ട് സാഗറിനോട്, മാർക്കോയെ വിളിച്ചിരുന്നോ, കണ്ണന് യാതൊരു ആപത്തും സംഭവിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പം സാറ് പേടിക്കേണ്ട, കണ്ണൻ സാറിന് യാതൊരു ആപത്തും സംഭവിച്ചില്ല, പക്ഷേ മാർക്കോയ്ക്ക് ചെറിയൊരു അപകടം പറ്റിയെന്നാണ് അറിയുന്നത്. മേഘൻ കണ്ണൻ സാറ് നടക്കാൻ തുടങ്ങിയ കാര്യം അറിഞ്ഞിട്ട് തന്നെയാണ് കണ്ണൻ സാറിനെ കൂട്ടിക്കൊണ്ടു പോയത് കൊല്ലാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിനിടയ്ക്ക് അവൻ്റെ വണ്ടി ഇടിച്ച് മാർക്കോയ്ക്ക് പരിക്ക് പറ്റിയെന്നൊക്കെ പറയുമ്പോൾ ആകെ തകരുന്നുണ്ട് നമ്മുടെ തോമസ് സാറും. തോമസ് സാറിൻ്റെ സ്വന്തം മകനെ പോലെ തന്നെയാണ് മാർക്കോ. എൻ്റെ മാർക്കോയ്ക്ക് യാതൊരു ആപത്തും സംഭവിച്ചില്ല എന്നറിയുന്നത് വരെ എനിക്കൊരു സമാധാനം ഇല്ലടോ എന്നും പറഞ്ഞിട്ട് നിന്ന് കരയുന്നുണ്ട്. അതേസമയം ഒരുപാട് ആപത്തുകളിൽ നിന്നും തൻ്റെയും മഹിയുടെയും ജീവൻ രക്ഷിച്ച മാർക്കോയ്ക്ക് വേണ്ടിയിട്ട് മനസ്സുരുകി പ്രാർത്ഥിക്കാനായിട്ട് കണ്ണനാണെങ്കിൽ ക്ഷേത്രത്തിലേക്ക് പോകുന്നു. ശയന പ്രദക്ഷിണം ചെയ്യുന്ന സമയത്താണെങ്കിൽ പ്രതാപനും മുത്തശ്ശിയും കൂടെ ക്ഷേത്രത്തിലേക്ക് വരുന്നു. കാരണം മഹാലക്ഷ്മിയും കണ്ണനും പിരിഞ്ഞു പോകുവാണെങ്കിൽ ചില വഴിപാടുകളും നേർച്ചയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കടമകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പക്ഷേ ഇപ്പോഴും കണ്ണൻ നടക്കാൻ തുടങ്ങിയെന്നുള്ള കാര്യമൊന്നും പ്രതാപനും മുത്തശ്ശിയും അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഡ്രൈവർ വന്ന് കണ്ണസാറിനോട് പറയുന്നുണ്ട് ഇതുപോലെ പ്രതാപനും മുത്തശ്ശിയും വരുന്നുണ്ടെന്ന്. ശയന പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കവേ അവർ മുഖം കാണാൻ പാടില്ല എന്ന പേര് കമന്ന് കിടക്കുവാണ് കണ്ണൻ. തൽക്കാലം നമ്മുടെ കണ്ണനെ പ്രതാപനും മുത്തശ്ശിയും കാണുന്നില്ല.
എങ്കിലും വീണ്ടും അവർ കാണാതെ കണ്ണനാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടുന്നു. എന്തായാലും നമ്മുടെ മാർക്കോയ്ക്ക് യാതൊരു ആപത്ത് സംഭവിക്കില്ല. ദേവി മുത്തശ്ശിയും അതുപോലെ ദൈവങ്ങളുടെ എല്ലാ അനുഗ്രഹത്താൽ മാർക്കോയ്ക്ക് യാതൊരു ആപത്തും കൂടാതെ രക്ഷപ്പെട്ടു വരും. മാർക്കോ രക്ഷപ്പെട്ടു വരുന്നതിൻ്റെ പിന്നാലെ എങ്ങനെയെങ്കിലും ആരെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിച്ച് നമ്മുടെ മേഘനും രക്ഷപ്പെട്ടു തന്നെ വരും. മേഘൻ തിരികെ എത്തുമ്പോഴായിരിക്കും സത്യങ്ങൾ എല്ലാവരും അറിയുന്നത്. കണ്ണൻ ഒരു കുഴപ്പവുമില്ല, കണ്ണൻ്റെ കാലിൻ്റെ സ്വാധീനം തിരികെ കിട്ടിയെന്നും കാലിൻ്റെ സ്വാധീനം തിരികെ കിട്ടിയ അവൻ്റെ കുഞ്ഞ് തന്നെയാണ് മഹാലക്ഷ്മിയുടെ വയറ്റിൽ വളരുന്നത് എന്നൊക്കെ തിരിച്ചറിയുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് കാത്തിരിക്കാം. എന്തായാലും മേഘനെ ആരായിരിക്കും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്?